നമസ്കാരം. പല കാര്യങ്ങൾക്കായി പലപ്പോഴും ശ്രമങ്ങൾ നടത്തുന്നവർ തന്നെയാണ് ഏവരും. എന്നാൽ പലപ്പോഴും അവർ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ആ കാര്യങ്ങൾ നടക്കണം എന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ അധികം പരിശ്രമിക്കാതെയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നേടുവാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കടന്നു വരാൻ സമയം ആയതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത്. അത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നു, അഥവാ നിങ്ങൾക്ക് അതിന് സമയമായി എന്നതാണ് വാസ്തവം. ആ ശുഭകരമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഭഗവാൻ നൽകുന്നതായ ഈ സന്ദേശം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് പോലും നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ജീവിതത്തിൽ നേടാൻ സമയമായതിനാലാണ് എന്ന് മനസ്സിലാക്കുക. ഏതെല്ലാമാണ് ആ കാര്യങ്ങൾ എന്ന് വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന് കമൻറ്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഭഗവാന്റെ മറ്റ് നാമങ്ങളാണ് എങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മനസ്സിൽ പലവിധ ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും നടക്കാത്തതായ സാഹചര്യം, അതിന് പലവിധ കാരണങ്ങളുണ്ട് എന്നതാണ് വാസ്തവം. ചിലർ മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനാൽ അല്ലെങ്കിൽ ചിലരുടെ താല്പര്യങ്ങളാൽ നിങ്ങൾക്ക് ആ ആഗ്രഹങ്ങൾ നടക്കാത്തതായ സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വഴി തെളിയാത്തതായ സാഹചര്യം, തടസ്സങ്ങൾ, പലവിധ തടസ്സങ്ങളാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ സാഹചര്യം, അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം എന്നൊരു മനോഭാവമാകാം. ഇത്തരത്തിലുള്ള ആലസ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്ന് പോകുന്നതായ സാഹചര്യങ്ങളാണ് കടന്നു വരിക. പ്രധാനമായും ഞാൻ ഈ പരാമർശിക്കുന്നതായ കാര്യങ്ങൾ അത് ആഗ്രഹവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. വളരെ കാലമായി ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി തന്നെ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. ഭഗവാൻ തന്നെ അനുഗ്രഹിച്ച് നൽകുന്നതായ ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാൻ ഇനി അധികം സമയമില്ല എന്നതാണ് വാസ്തവം. അത് നിങ്ങൾക്ക് കൂടി ബോധ്യപ്പെടുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില സാഹചര്യങ്ങൾ വന്നു ചേരാം. സന്താന സൗഖ്യം, സന്താനലബ്ധി തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ, ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരാം. ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ പലപ്പോഴും തുണയ്ക്കാത്തതായ സാഹചര്യമുണ്ട്. പലപ്പോഴും കയ്യെത്തും ദൂരത്തു നിന്നും നഷ്ടമാകുന്നതായ സാഹചര്യം, നിങ്ങൾക്ക് ലഭിക്കാതെ, നിങ്ങൾക്ക് അർഹതയുണ്ടായിട്ടും ലഭിക്കാതെ അർഹതയില്ലാത്ത വ്യക്തികളിലേക്ക് പോകുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരികെ വരികയോ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും അത് പ്രകടമാകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെട്ടു എന്ന് വരാം. പലപ്പോഴും തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, തൊഴിൽ ലഭിക്കാത്തതായ സാഹചര്യം, ഇത്തരത്തിൽ പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉള്ളവരാണ് നിങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് അനുകൂലമായതോ അല്ലെങ്കിൽ സന്തോഷിക്കാൻ വക നൽകുന്നതായ ചില കാര്യങ്ങളോ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ഇത്തരം ചില കാര്യങ്ങൾ, ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. പലരും പല കാര്യങ്ങളും തടസ്സപ്പെടുത്തുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളിലേക്ക് കടന്ന് വരേണ്ടതായ കാര്യമാണ്. എന്നാൽ അവർ തടസ്സപ്പെടുത്തുന്നതിനാൽ നിങ്ങൾക്ക് ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ നശിക്കണം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിനാലും ചില തിരിച്ചടികൾ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ചില അവസരങ്ങളിൽ ശത്രുക്കളാര്, മിത്രങ്ങളാര് എന്ന് മനസ്സിലാക്കുവാൻ പോലും സാധിക്കാത്തതായ സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ കടന്നു വരാം. ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. നിങ്ങൾക്ക് പണത്തിൻ്റെ ആവശ്യം ഉള്ളവരാണ്. പലപ്പോഴും പല കാര്യങ്ങളും നീട്ടിവയ്ക്കുന്നതായ സാഹചര്യങ്ങൾ പോലുമുണ്ട്. അത് പണം നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കാത്തതിനാൽ സംഭവിക്കുന്നതായ കാര്യങ്ങളാണ്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിച്ചിട്ടും നടക്കാത്തതായ സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ പലവിധ ആകുലതകൾ,
പണവുമായി ബന്ധപ്പെട്ടുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ, പ്രധാനമായും ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ കടന്നു വന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം ബിസിനസ് പരമായ കാര്യങ്ങൾ പോലും പല കാര്യങ്ങളിലൂടെയും അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങൾ സംഭവിക്കുക, പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങളിലേക്ക് കടക്കുവാൻ സാധിക്കുക, അത്തരം ചില സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ സ്വീകരണം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ ചെയ്യുന്നതായ ചില കാര്യങ്ങൾ അത് നിങ്ങൾക്കും മറ്റുള്ളവർക്കും അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. തടസ്സങ്ങൾ അകലുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല വ്യക്തികളിൽ നിന്നും സഹായം ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വന്നു ചേരാം. അത് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട സഹായമാകാം. അപരിചിതർ പോലും സഹായിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ അസാധ്യം എന്നോ അല്ലെങ്കിൽ നടക്കില്ല എന്നോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന ചിന്തയോ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് തിരുത്തി കുറിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും. അതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി തീരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. പ്രധാനമായും നിങ്ങൾക്ക് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കുവാൻ ഭഗവാന്റെ കടാക്ഷത്താൽ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വളരെ താല്പര്യമുള്ളതാണ്, എന്നാൽ അത് ചെയ്യുവാൻ സാധിക്കാതെ ചില തടസ്സങ്ങൾ വന്നു ചേർന്നിരിക്കുന്ന സാഹചര്യങ്ങൾ പോലുമുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുകയോ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഏർപ്പെടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയോ ചെയ്യാം. പ്രധാനമായും നിങ്ങൾക്ക് ഈ സമയം ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്താനും ചെയ്യേണ്ടതായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുവാനുമുള്ള അവസരങ്ങളാണ് ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വന്നു ചേരുക. അത് നിങ്ങൾക്ക് ഉന്നതിയും നേട്ടങ്ങളും നൽകും. സൗഖ്യം പല കാര്യങ്ങളിലൂടെയും ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. മനസന്തോഷമായി ചില കാര്യങ്ങൾ വന്നു ചേരാം. മറ്റു ചിലരുടെ പ്രവൃത്തികൾ പോലും നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. മറ്റുള്ളവർക്ക് നല്ലത് ചെയ്ത് പലപ്പോഴും പഴി കേൾക്കേണ്ടതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. എന്നാൽ ഈ സമയങ്ങളിൽ അതേക്കുറിച്ച് വ്യക്തമായി തന്നെ ബോധ്യമുള്ളതിനാൽ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വരാം. മറ്റുള്ളവർ പലപ്പോഴും നിങ്ങളുടെ മനസ്സ് നോക്കാതെ, നിങ്ങളെ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്തുന്നതായ സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വിഷമകരമായ അവസ്ഥയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതും വാസ്തവമാണ്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ആശ്വാസമോ മോചനമോ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിങ്ങൾക്ക് ഈ സമയം പ്രധാനമായും ചില സഹായങ്ങൾ, അത് പ്രധാനമായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ഒട്ടും പ്രതീക്ഷിക്കാത്തതായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ പ്രതീക്ഷ നശിച്ചതായ സാഹചര്യത്തിൽ ചില വ്യക്തികളോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളോ നിങ്ങളെ സഹായിച്ചു എന്ന് വരാം. അവരുടെ പിന്തുണ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വളരെയധികം ഊർജ്ജസ്വലത പകർന്ന് നൽകുക തന്നെ ചെയ്യും. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പ്രയാസങ്ങൾ, പ്രധാനമായും കുടുംബവുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങളുണ്ട്. പലപ്പോഴും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ പോലും കുടുംബത്തിൽ നിന്ന് പോലും ചില പഴി കേൾക്കേണ്ടതായ സാഹചര്യമുണ്ട്. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും ചില വിഷമതകൾ നിങ്ങൾക്കുണ്ട്. അത്തരം സാഹചര്യങ്ങൾ പോലും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. പലപ്പോഴും എന്ത് ചെയ്യണം എന്നറിയാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. പലപ്പോഴും മനസ്സ് ശൂന്യമായി പോകുന്നതായ സാഹചര്യം, ഒരു നിമിഷം നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത സാഹചര്യം പലപ്പോഴുമുണ്ട്. ഇത്തരം അവസരങ്ങളിൽ വേണ്ടപ്പെട്ടവർ പോലും സഹായിക്കാത്തതായ സാഹചര്യവുമുണ്ട്. അത്തരം ചില പ്രവൃത്തികൾക്ക് അല്പം കുറവുണ്ടാകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചില അവസരങ്ങൾ, ഭഗവാൻ നൽകിയതായ അവസരങ്ങൾ വിനിയോഗിക്കുവാൻ സാധിക്കാതെ അത്തരം അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന ചിന്തയിൽ വിഷമത്തിൽ ഇരിക്കുന്നു എന്ന് പോലും പറയാം.
അല്ലെങ്കിൽ പല അവസരങ്ങളും നഷ്ടപ്പെട്ടു പോയ പ്രയാസം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഒന്നിലധികം അവസരങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. അത് നിങ്ങൾക്ക് നേട്ടങ്ങളും ഉയർച്ചയ്ക്കും സഹായകരമായി തീരും. ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ അനുകൂലമായ കാര്യങ്ങൾ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ സംഭവിക്കുന്നതായ സമയമാണ്. എന്നാൽ ഈ സമയം പ്രധാനമായും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എതിരായി സംഭവിക്കാവുന്നതാണ്. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹമുള്ളതിനാൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ടത് ചില വ്യക്തികൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നതാണ് ഈ സമയത്തിൻ്റെ പ്രത്യേകത. ചില കാര്യങ്ങൾ ചെയ്യാം എന്ന് ആദ്യമേ നിങ്ങൾക്ക് തോന്നും. എന്നാൽ അത് പൂർണ്ണമായും ചിന്തിച്ചിട്ടായിരിക്കില്ല ആ തീരുമാനം നിങ്ങൾ എടുക്കുക. പിന്നീട് പുനർചിന്തിക്കുമ്പോൾ അത് വേണ്ട എന്ന തോന്നൽ നിങ്ങൾക്ക് വന്നു ചേരും. അത് ഭഗവാന്റെ കൃപാകടാക്ഷമുള്ളതിനാൽ നിങ്ങൾക്ക് ഭഗവാനായി തോന്നിപ്പിക്കുന്നതായ ചില കാര്യങ്ങളാകുന്നു. ചില സാഹസികരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രീതികരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യണം എന്ന ചിന്ത ഉണ്ട് എങ്കിലും അത് ഭഗവാൻ തന്നെ നിങ്ങളെ വിലക്കുകയും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാതിരിക്കുകയും ചെയ്യും. വളരെ കാലങ്ങൾക്ക് ശേഷം അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങൾക്ക് ആ സമയം നൽകിയ അനുഗ്രഹത്തിൻ്റെ വില മനസ്സിലാകുന്നതാണ്. വളരെ തിരിച്ചടികൾക്കും ജീവിതം പോലും നഷ്ടപ്പെട്ട്, അതായത് വളരെയധികം ദുഃഖകരമായ സാഹചര്യങ്ങൾക്ക് കാരണമാകാവുന്ന അത്തരം കാര്യങ്ങൾ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ ഒഴിഞ്ഞുപോയി എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത്തരത്തിൽ പല കാര്യങ്ങളും ഈ സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. ഈ സമയം സാക്ഷാൽ ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ സമയം നിങ്ങൾക്ക് ഈ സന്ദേശം വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന അവസരങ്ങളിൽ ഭഗവാന്റെ അനുഗ്രഹം സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ സാധിക്കുക തന്നെ ചെയ്യും.